ആരൊക്കെ ഒരുക്കങ്ങളൊക്കെ ഇടവരെയായി. അമ്പലത്തിലായതുകൊണ്ട് ഞങ്ങൾക്ക് അധികം ഒരുക്കങ്ങളൊന്നും ഇല്ല. കുമാരൻ നേരെ എവിടേക്ക് പുറപ്പെട്ടതാണെന്ന് തോന്നുന്നു. ഞാൻ ബൽഗാമിലേക്കാ. കേണൽ ചൗധരിയുടെ മകന്റെ കല്യാണം. ഞാൻ ചെല്ലണമെന്ന് നിർബന്ധമാണ് എഴുതിയിരിക്കുന്നു. എന്നിട്ട് എന്ന് വരും? ഞാനത് ബസ്മതിയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഒഴിവാക്കാൻ വയ്യാത്ത കേസായി പോയി, അതുകൊണ്ട്. അത് പറ്റില്ല. ഞങ്ങൾക്ക് പിന്നെ ആരാ എവിടെ ഒരു ധൈര്യത്തിന്? എല്ലാം മംഗളായിട്ട് നടക്കുന്നേ. ആ ട്രെയിനിന് സമയമായി. ഞാൻ കഴിയുന്നത് വേഗം തിരിച്ചു വരാം. പിന്നെ ഭാര്യയെ കാര്യമായിട്ട് ക്ഷണിച്ചിട്ട് ഓരോ ഗ്ലാസ് ചായയും കുടിച്ചിട്ട് പോയാ മതി. വരട്ടെ വരട്ടെ ചേച്ചി. പറഞ്ഞേട്ടോ. ഡ്രൈവർ വണ്ടി എടുത്ത്. മിസ്റ്റർ കരുണാകരൻ നായർ. കുമാരൻ നായർ. സോറി, കുമാരൻ നായർ. ബിസിനസ് ഒക്കെ എങ്ങനെ? ഗംഭീരമായിട്ട് നടക്കുന്നു. നമ്മുടെ ഈ എക്സ്പോർട്ട് ഇമ്പോർട്ട് ഒക്കെ വെച്ച് നടത്തുന്നുണ്ടല്ലോ. പിന്നെ ഇവിടെ ഇപ്പൊ ഈ നടന്ന് എന്റെ ഈ കാറ് കേടായി. അപ്പൊ ഈ റെയിൽവേ സ്റ്റേഷൻ വരെ. അപ്പൊ ഞാൻ കൊണ്ടുവിടാം. സാരമില്ല, നടക്ക. ഞാൻ കൊണ്ടുവിടാമെന്നേ. റെയിൽവേ സ്റ്റേഷൻ ഏതെങ്കിലും ഒരു സ്റ്റേഷനിൽ കൊണ്ടാക്കുന്ന കാര്യം ഞാൻ ഏറ്റു. വാക്കബിൾ ഡിസ്റ്റൻസ്. അത് മാറും. ഓക്കെ. അല്ല, ഇത് പോലീസ് സ്റ്റേഷൻ അല്ലേ? കുഴപ്പമില്ലെന്നേ. എനിക്ക് പോകേണ്ടത് റെയിൽവേ സ്റ്റേഷനില്ല. അതെ, എന്റെ ഒരു ഫ്രണ്ടാ ഇവിടുത്തെ ഇൻസ്പെക്ടർ. വാ വന്നാട്ടെ. ടൈം കുഴപ്പമില്ലെന്ന് സാർ, എനിക്ക് സമയമെടുത്തു. അതെ, സമയം അടുത്തുന്നേ. വാ ഇൻസ്പെക്ടർ, ഇതാ ഞാൻ പറഞ്ഞ ആള്, കുമാരൻ നായർ. പോലീസ് വേഷം, പട്ടാള വേഷം. എന്താ കേസ്? ഒന്നല്ലടാ, ഒരുപാടുണ്ട്. നിന്നെ എന്റെ കയ്യിലേക്ക് കിട്ടാൻ കാത്തിരിക്കായിരുന്നില്ലേ? അവിടെ പോടെ. എടാ, നിന്നെ ഞാൻ എത്ര കാലം അന്വേഷിച്ച് നടക്കണമെന്ന് അറിയാമോ? നീ പോലീസുകാരന്റെ കണ്ണിൽ പൊടിയിട്ട് രക്ഷയോടല്ലടാ റാസ്കൽ. നീ ഇതുപോലെ വേഷം കെട്ടി എത്ര മോഷണം നടത്തി, എത്ര കൊലപാതകം നടത്തി, എല്ലാം ഞാൻ തെളിയിക്കൂടാ. നീ കുടിച്ച മുലപ്പാൽ ഞാൻ ഇടിച്ച് പുറത്തു കൊണ്ടുവരും. പറയടാ, നീ റിപ്പറല്ലേ? നിന്റെ മീശ കണ്ടാൽ അറിയാവടാ നീ റിപ്പറാണെന്ന്. ഇൻസ്പെക്ടർ, ഞാൻ ഇറങ്ങുന്നു. നിങ്ങൾക്ക് ഒരുപാട് കേസ് കളിക്കാൻ കാണുമല്ലോ. പിന്നെ എന്റെ ചെക്കിന്റെ കാര്യം ശരിയായില്ലെന്ന് അറിയിച്ചേക്കണം. ഇവിടെ വാടാ. റിപ്പറാണെന്ന് നിന്നെ കൊണ്ട് പറയിപ്പിക്കേണ്ടത് എന്റെ പ്രമോഷന്റെ പ്രശ്നമാടാ. നിന്നെ കൊണ്ട് ഞാനത് പറയിപ്പിക്കും. പറയടാ, നീ റിപ്പറല്ല അല്ലേ? ഞാൻ റിപ്പറാ. ഞാൻ തന്നെ റിപ്പറാ. സാറിനെ വിളിപ്പിച്ചത് പുതിയ വല്ല നിർദ്ദേശങ്ങൾക്കും ആണെങ്കിൽ. ആ കള്ളൻ കുമാരൻ നായരെ പിടിച്ചു. എന്നിട്ട് ആ തെണ്ടിയെ ഇടിച്ച് ചമ്മന്തിയാക്കാൻ പോലീസിനോട് പറഞ്ഞു. അയാൾ ഒന്നും പറഞ്ഞില്ലേ? ആദ്യം കുറെ ഇടിക്കട്ടെ. കള്ള റാസ്കൽ. വിവരങ്ങൾ അറിയിക്കാൻ ഇൻസ്പെക്ടറോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ? ഉടനെ അറിയും. ഇനി അധികം സമയമില്ല. ഒരു 10,000 രൂപ കൂടി വേണല്ലോ എന്റെ ഈശ്വര. എന്താ വിശ്വം? തീരെ പ്രതീക്ഷിച്ചതല്ല. എന്തു പറ്റി കുഞ്ഞെ? അച്ഛനും അമ്മയും കാലത്ത് ഇവിടെ എത്തുമെന്ന് ടെലഗ്രാം വന്നേക്കുന്നു. ഓ, അതിന് സന്തോഷിക്കല്ലേ വേണ്ടത്. ഇതിപ്പോ ഒരു രഹസ്യ കല്യാണം ആയി പോവോന്ന് ഞങ്ങൾക്കും പേടിയുണ്ടായിരുന്നേ. വിശ്വകുഞ്ഞിനെ ഞങ്ങൾ ചാക്കിട്ട് പിടിച്ചിരിക്കുകയാണെന്നൊക്കെയാ ഇവിടുത്തെ സംസാരം. പ്രശ്നം അതല്ല. അച്ഛനും അമ്മയ്ക്കും സുമിത്രയെ ഇഷ്ടമാണെന്നൊക്കെ ഞാൻ നുണ പറയുകയായിരുന്നു. ഈ വിവരം അറിഞ്ഞതു മുതൽ അരുത് അരുത് എന്നും പറഞ്ഞുകൊണ്ട് നിരവധി കത്തുകളും കമ്പികളും ഒക്കെ അവരിങ്ങോട്ട് അയച്ചതാ. പക്ഷേ ഞാൻ സുമിത്രയെ സ്നേഹിച്ചു പോയി, ഇഷ്ടപ്പെട്ടു പോയി. അപ്പോ അവര് വരുന്നത് കല്യാണം മുടക്കാനാണോ? നിങ്ങളുടെ നാക്കൊണ്ടൊന്നും പറയാതെ. മുടക്കാനൊന്നും വരികയല്ല. ലോകത്തിലെ ഒരു ശക്തിക്കും അങ്ങനെ വിശ്വനെ തടയാനൊന്നും പറ്റില്ല. അവർക്കൊറ്റ പ്രശ്നമേ ഉള്ളൂ,
മകന്റെ ഭാര്യ വളരെ മോഡേൺ ആയിരിക്കണം. എന്റെ മോള് മോഡേൺ ആയിക്കോളും മോനെ. അത് ഞാൻ ആക്കിക്കോളാം. നാളെ അവർ സുമിത്രയെ ആദ്യമായി കാണുമ്പോ ഒരു അതൃപ്തി തോന്നരുത്. കല്യാണത്തിന് സുമിത്ര ഇടാൻ പോകുന്ന ആ ആഭരണങ്ങളൊക്കെ എനിക്കൊന്ന് കാണണം. എന്തേ? അല്ല, ഒന്ന് കാണാനാ. ഓ മൈ ഗോഡ്, ഇതൊന്നും എന്റെ അമ്മയ്ക്ക് തീരെ ഇഷ്ടപ്പെടില്ല. എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടല്ല, പക്ഷെ വെറും ആഭരണത്തിന്റെ പേരിൽ സ്വന്തം അച്ഛനെയും അമ്മയെയും തള്ളിപ്പറയേണ്ട ഒരു സ്ഥിതി എനിക്ക് വരരുതെന്ന് ആഗ്രഹമുണ്ട്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നിങ്ങളൊന്ന് ചുമ്മാ ഇരുന്നേ, മോൻ പറയട്ടെ. പുറത്താരോടും പറയില്ലെങ്കിൽ ഞാനൊരു സത്യം പറയാം. നാളെ സുമിത്രക്കിടാൻ വേണ്ടി ചെട്ടിയാർ ജ്വല്ലറിയിൽ ഏറ്റവും പുതിയ സ്റ്റൈലിലുള്ള ചില ഉരുപ്പടികൾ ഞാൻ ഓർഡർ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ ആ കാശ് ഞാനാണ് മുടക്കിയതെന്ന് ഒരു മനുഷ്യജീവി പോലും അറിയരുത്. ഇല്ല ഇല്ല, അറിഞ്ഞാൽ നിങ്ങൾക്കാണ് അതിന്റെ മോശം. അതൊന്നും വേണ്ട കുഞ്ഞെ. കല്യാണം കഴിഞ്ഞതിന് ശേഷം എത്ര വേണമെങ്കിലും വാങ്ങിച്ചു കൊടുത്തു. അപ്പോ എന്റെ അച്ഛന്റെ അമ്മയുടെ മുമ്പിൽ ഞാൻ കൊച്ചാകുന്നതാണോ അച്ഛനിഷ്ടം? എന്നല്ല, അവൻ പറയട്ടെന്ന്. മോനിപ്പോ എന്താ വേണ്ടേ? ആഭരണങ്ങൾ കൊണ്ടുവന്നോളൂ, സുമിത്ര ഇട്ടോളൂ. അപ്പോ ഈ ഓൾഡ് മോഡൽ ആഭരണങ്ങൾക്ക് പകരം ഞാൻ മോഡേൺ ഓർണമെന്റ്സ് കൊണ്ടുവരാം. അതും ഇതും മാച്ച് ചെയ്യണമല്ലോ. ആയിക്കോട്ടെ. എന്റെ സ്റ്റാറ്റസിന്റെ പ്രശ്നമാണ്. ചെട്ടിയാർ ജ്വല്ലറിക്കാർ കടമൂടാതെ എന്നെ കാത്തിരിക്കുകയാണ്. അപ്പോ എല്ലാ ആഭരണങ്ങളും, അതും ഇതും മറ്റതും എല്ലാം ഞാൻ രാത്രി തന്നെ കൊണ്ടുവരാം. ഓക്കെ? ഗുഡ് ബൈ സുമിത്ര. ഐ എം സോറി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. സ്വീറ്റ് ഡ്രീംസ്. അല്ല, സൗമിനെ കൊണ്ടുവന്നില്ലേ ചേച്ചി? അയ്യോ, അവക്ക് ഇന്ന് ഗവൺമെന്റ് പരീക്ഷയാ. ഇന്നൊരു ദിവസം പോകേണ്ടിയിരുന്നില്ല. രാമൻകുട്ടി ഒന്നും വന്നിട്ടില്ലേ? അമ്പലത്തിൽ ഒരാൾ നേരത്തെ പോണം. ഞാൻ പോകുമെന്നെ. ആയിട്ടില്ല, ഞാൻ പറയാം. 10-നും 10:30 ഇടയ്ക്കല്ലേ മുഹൂർത്തം? 10:30 വരെ രാഹുല, അതിന് ശേഷമാവും. ഓഹോ, ചെറുക്കന്റെ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ഏതായാലും തമിഴ്നാട് ആയതുകൊണ്ട് കരയോക്കാരുടെ നിരകലില്ല. കൃഷ്ണൻകുട്ടി, പൂമാല കിട്ടിയോ? അമ്പലത്തിൽ എത്തിച്ചേക്കണേ. വെച്ചെന്നിറങ്ങിയോ? ആ, ശരി ശരി. അതെല്ലാം പോയാ ആ, വാങ്ങമ്മ, വാങ്ങ വാങ്ങ വാങ്ങ. ദേ, വിഷുവിന്റെ കയ്യിൽ നിന്ന് മാലയും മലയൊക്കെ വാങ്ങിച്ചേ. സമയായി. ആ, ശരിയാ. അമ്പലത്തിൽ പോണം. ബുക്കയും മാലയൊക്കെ അവിടെ കൊണ്ടുവരാൻ ഏർപ്പാട്. ചേട്ടൻ അതിനെ കുറിച്ച് ഒട്ടും വിഷമിക്കണ്ട, ഞാൻ പോയിക്കോളാം. മുകുന്ദൻ ഇവിടെ നിൽക്കുകയാണോ? അങ്ങോട്ട് വാ. വിശ്വൻ എവിടെ? വിശ്വൻ ഞാൻ രാവിലെ എണീറ്റ് നോക്കിയപ്പോ കണ്ടില്ല. ചിലപ്പോ ഇന്നലെ രാത്രി ഇത് കിട്ടിക്കാണില്ലായിരിക്കും. എന്ത് ആഭരണങ്ങള് മുകുന്ദനോട് പറയാമല്ലോ. സുമിത്ര പരിഷ്കാരമുള്ള ആഭരണങ്ങൾ ഇട്ട് കാണണമെന്ന് വിശ്വന് വലിയ നിർബന്ധം. അവനും അവൾക്ക് വേണ്ടി പുതുതായി എന്തൊക്കെ വാങ്ങിയിട്ടുണ്ട്. അവളുടെ പഴയ ആഭരണങ്ങളൊക്കെ കൊണ്ടുപോയി പുതിയ മോഡലാക്കി മാറ്റാൻ. എപ്പോ കൊണ്ടുപോയി? രാത്രിയില്. മോനൊന്ന് നോക്ക്, ചിലപ്പോ അവന്റെ പെട്ടിയിലോ മറ്റോ വെച്ചിട്ടുണ്ടാവും. സമയമായി, അതുകൊണ്ടാ. ഞാൻ നോക്കാം.